നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലിവർ ഡാമേജ് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഏർലി സൈൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വളരെ വേഗത്തിൽ ആദ്യമേ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചില ലക്ഷണങ്ങളൊന്നും നമ്മൾ ലിവറുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് പോലും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ ആണോ നമുക്ക് തന്നെ സംശയിച്ചിട്ട് നമുക്ക് ഒരു ലാബ് ടെസ്റ്റ് ചെയ്യുകയോ സ്കാൻ ചെയ്യുകയോ ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറയും, വളരെ ഏർലി ആയിട്ടുള്ള ഒരു ലക്ഷണം അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള ഒരു ലക്ഷണം എന്ന ലിവർ ഡിസീസിൽ നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം വളരെ കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ ലക്ഷണങ്ങളൊക്കെ പുറത്തു വരാറുള്ളൂ ലിവർ ഡിസീസിൻ്റെ. മിക്കവാറും അങ്ങനെയാണ് വരുന്നത്. അപ്പം ഒന്നാമത്തേത് ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ക്ഷീണം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത് ലിവർ ഡിസീസ് ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലും ക്ഷീണം ഒരു മെയിൻ തന്നെയാണ്. ക്ഷീണത്തിൻ്റെ കൂടെ ഞാൻ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുകൂടി നോക്കേണ്ടതാണ്, ലിവറിൻ്റെ പ്രശ്നമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംശയിക്കാൻ വേണ്ടിയിട്ട്. ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് ഡേയിലൊക്കെ ക്ഷീണം ഉണ്ടാവും. ഇനി അഥവാ നൈറ്റിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് പിറ്റേ ദിവസം രാവിലെ ആയാൽ പോലും ആ ക്ഷീണം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു റെസ്റ്റ് എടുത്താൽ പോലും ആ ക്ഷീണം അതേപോലെ തന്നെ നിലനിൽക്കുന്നു, കുറയാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലിവർ ഡിസീസിനൊക്കെ വരുന്ന ക്ഷീണത്തിന് അത് കുറയാതെ തന്നെ നിൽക്കുന്നു. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ റെസ്റ്റ് എടുത്താലൊക്കെ കുറയില്ലേ സാധാരണ ക്ഷീണം, പക്ഷെ ഇത് കുറയുന്നില്ല. അടുത്തതായിട്ട് ചൊറിച്ചിലുണ്ടാകുന്നു. റാഷസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കുക. അതായത് ചെറിയ ചെറിയ കുരു പോലെ അല്ലെങ്കിൽ പൊങ്ങുന്നത് പോലെ വരുന്നത് ചിലവർക്കുണ്ടാവും, ചിലർക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ രാത്രിയിലും പകലും ഒരേപോലെ തന്നെ ചിലപ്പോൾ ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചൊറിച്ചിലില്ലാതെ റെഡ് സ്പോട്ട്സ് ഉണ്ടാവും. റെഡ് ആയിട്ട് ചെറിയ 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 സ്പോട്ട് പോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുണ്ടാവും. പ്രത്യേകിച്ച് കാലുകളിലൊക്കെ സ്പൈഡർ വെയിൻ ചെറുതായിട്ട് ഇങ്ങനെ വെയിൻസ് കുറേ ഇങ്ങനെ ചെറിയ വെയിൻസ് ഒക്കെ, സ്പൈഡർ വെയിൻസ് നമുക്കിപ്പോൾ വെരിക്കോസ് വെയിനൊക്കെ വരുന്ന പോലെ അങ്ങനെ ഇരിക്കുന്നത് പോലെ, നീലിച്ച് കിടക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സിംറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലതെ ഷോൾഡറിന് അല്ലെങ്കിൽ റൈറ്റ് ഷോൾഡറിന് വേദന വരിക. അത് നമുക്ക് റൈറ്റ് ഷോൾഡറിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും പേരും ഇത് ലിവറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യില്ല. കാരണം അങ്ങനെ ഉള്ള ഒരു സിംറ്റം അല്ല അത്. എന്നാൽ പോലും റൈറ്റ് ഷോൾഡറിന് വേദന വരുന്നത് വേറെ ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും ലിവറിൻ്റെ ഒരു ഡിസീസ് സസ്പെക്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ ബൾജ് അല്ലെങ്കിൽ അതിപ്പം ഡോക്ടറിനെ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ബൾജ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വണ്ണം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നീര് വെച്ചിട്ടുണ്ട് എന്നെങ്കിൽ നമുക്ക് തൊട്ടാൽ തന്നെ ഒരു ഡോക്ടറിന് മനസ്സിലാകും. ഈ റിബ് കേജിൽ ജസ്റ്റ് ഇങ്ങനെ വണ്ണം വെച്ച് ലിവർ വന്നിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ഫ്രെനിക് നെർവ് എന്ന് പറഞ്ഞാൽ അതിലേക്കൂടെ കടന്നു പോകുന്ന നെർവ്സിന് അതൊരു ഡിസ്റ്റർബൻസ് ആവുകയും അത് ഷോൾഡറിൻ്റെ ഒരു പെയിൻ ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഷോൾഡർ പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഷോൾഡർ പെയിൻ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഗ്യാസും ബ്ലോട്ടിങ്ങും, ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചാൽ 2-3 ദിവസത്തേക്ക് ആശ്വാസം, പിന്നെയും ഈ പറഞ്ഞതുപോലെ ഗ്യാസ് ഉണ്ടാവുന്നു. വിറ്റമിൻ ഡി കുറവായിട്ട് കാണാറുണ്ട് സാധാരണ. അതുപോലെ തന്നെ യൂറിൻ വളരെ ഡാർക്കായിട്ടും അതുപോലെ തന്നെ ഒരു ഭയങ്കര സ്മെല്ലോട് കൂടി, ഒരു കട്ടി സ്മെല്ലോട് കൂടിയും ഈ യൂറിൻ പോകുന്ന ഡാർക്ക് കളർഡ് യൂറിനും അതുപോലെ തന്നെ സ്മെല്ലുമാണ് യൂറിൻ്റെ കാണുന്നത്. ചില ആൾക്കാർക്ക് തൈറോയ്ഡ്, ഇപ്പോൾ പാരമ്പര്യമായിട്ടൊന്നും തൈറോയ്ഡ് ഡിസീസ് ഇല്ല, എന്നാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തൈറോയ്ഡ് അല്ലെങ്കിൽ കുറഞ്ഞോ കൂടിയോ ഒക്കെ അതിൻ്റെ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് ലിവർ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞതാണ് മിക്കവാറും ലിവർ ഡിസീസിൽ വലിയ പ്രശ്നമാകുന്നതിന് മുന്നേ പുറത്ത് കാണുന്ന ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചികിത്സിക്കാനും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ ഒരു സംശയം പറയാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആവും. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പേഷ്യൻസും കുറച്ചും കൂടെ ഒരു അറിവായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനും ഈസിയാകും. ഏർലി പെട്ടെന്ന് തന്നെ ആ ഡിസീസ് വലുതായിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്താനും കറക്റ്റായിട്ടുള്ളൊരു ചികിത്സാ സഹായം തേടാനും ഈ ലക്ഷണങ്ങൾ ഒരു രോഗി അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞിരിക്കുന്നത് ഗുണപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.